ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, എന്താ പറയുക, വിഷമവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വികാരങ്ങളും കൂടി വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ നമ്മുടെ ബിഫിറ്റിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, നമ്മുടെ കൊളീഗാണ്. അപ്പം നിമ, അവൾ എനിക്ക് മെസ്സേജ് അയച്ചു ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ആ ഫോട്ടോയിൽ എൻ്റെ പേര് തുളസി എന്നല്ല കേട്ടോ, എൻ്റെ പേര് മീര എന്നാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷനാണ് അവർ എൻ്റെ പിക്ചർ, ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ സീരിയസ്ലി അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മൾ ഓൺലൈനിൽ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ ഈ ഒരു പിക്ചർ എൻ്റെ പേര് മീര, എൻ്റെ പിക്ചറും എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ നമ്മൾ എടുത്ത് വയ്ക്കുക എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബറാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ പിക്ചേഴ്സ് ഞാൻ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആക്ച്വലി മിസ്യൂസ് ചെയ്തിട്ട് വേറൊരു ബ്രാൻഡ് ശരിക്കും അത് സ്റ്റോൾ ചെയ്യാന്നാണ് പറയല്ലേ. നമ്മുടെ പിക്ചർ നമ്മുടെ ഒരു കൺസെൻറ്റ് പോലും ഇല്ലാതെ അവരത് യൂസ് ചെയ്ത് മിസ്ലീഡിങ് ആയിട്ടുള്ള ഇതിപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈവൻ നിമയാണെങ്കിൽ പോലും അവളിത് കണ്ടതല്ല. ഇത് അധികം പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബ്രാൻഡിൻ്റെ പേര് പ്യുവർ ഹെർബ്സോ, പ്യുവർ പൾസ് ഹെർബ്സ്, അതാണ് ഇതിൻ്റെ പേര്. ഞാനിവിടെ കാണിക്കാം അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ. അധികം ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ അവർ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ പിക്ചേഴ്സ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കട്ടെടുത്ത പിക്ചേഴ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലെത്താനുള്ള ഒരു റീസൺ നമ്മുടെ ഒരു ക്ലൈൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോളോവറോ സബ്സ്ക്രൈബറോ ആരെങ്കിലും ആയിരിക്കും. അത് നിമേനെ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്തു, ഇതിങ്ങനെയാണോ ചേച്ചി, ഇത് യൂസ് ചെയ്തിട്ടാണോ വണ്ണം കുറച്ചത്, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഇങ്ങനെ നമ്മുടെ പിക്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ വീഡിയോസ് ആണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ചിലർ ഇതുപോലെ മിസ്യൂസ് ചെയ്ത് നമ്മളെ മിസ്ലീഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് മാത്രമല്ല പറയാനുള്ളത് കേട്ടോ. ഞാൻ അവസാനം അവരെ കോൺടാക്ട് ചെയ്തു. അവരുടെ ഇതിനകത്ത് നോക്കുമ്പോൾ അവരുടെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, പക്ഷെ അതിന് റിപ്ലൈ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാനങ്ങനെ വാട്സപ്പിൽ അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് അവരുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ പിക്ചർ, എൻ്റെ വാട്സപ്പിലുള്ള പിക്ചർ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. ആദ്യം തുടക്കത്തിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ അവർക്ക് എന്നെ മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ വീണ്ടും മനസ്സിലാവാതെ ഞാൻ ഈ ഒരു ഇതാരാണ്, ഇന്ന ആളാരാണ്, ഇവർ എത്ര കാലമായി നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വളരെ ആധികാരികമായിട്ട് പറയുകയാണ് 6 months യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലേഡി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ പറഞ്ഞു അവർ മുകളിലത്തെ മെസ്സേജ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു, നമ്മുടെ കസ്റ്റമറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം, ഞാനാണ് ആ ഒരു പിക്ചറിലുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പിക്ചറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം അവരെനിക്ക് മെസ്സേജ് റിപ്ലൈ തന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇത് അറിയിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ മറ്റുള്ളവർ ഈ രീതിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ ഇതുപോലെയുള്ള സിറ്റുവേഷൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലയൻസ് അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും, ഞാനിപ്പോൾ 5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ്. ഈവൻ നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിലാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നിട്ടല്ല നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഹാർഡ് വർക്ക്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതിനിങ്ങനെയുള്ള കുറുക്ക് വഴികളിലൂടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആയിരിക്കും അവിടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പിക്ചറായിട്ട് കാണുന്നത്. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ പ്രൊഡക്റ്റുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അത് ഞാൻ ഇന്ന പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ, ഇന്ന ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന പൊടി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും പക്കാ ഫേക്കാണ്. അങ്ങനെ ഒരാൾക്കും വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും 0 സൈസ് ഫിഗേഴ്സ് ആയിട്ട് ഇരുന്നേനെ.
അങ്ങനെ ഒരു പൊടി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമെങ്കിൽ. അപ്പോൾ അതിന് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, നല്ലോണം വേർത്ത് പണിയെടുത്തേ പറ്റുള്ളൂ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ തരണം തോന്നി. ഇനിയും കുറേ പേര് ഇത് കണ്ടിട്ട് അയ്യോ ചേച്ചി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ, ഈ പ്രൊഡക്റ്റ് എനിക്ക് മേടിക്കാമോ എന്നൊക്കെ ചോദിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇനി അവരെന്തെങ്കിലും റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതെനിക്ക് നല്ലൊരു ഫണ്ണായിട്ട് തോന്നി അവരുടെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ ഇനി അതുപോലെ എന്തെങ്കിലും റിപ്ലൈ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ഒന്ന് ഒരു അവയർനെസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. നമ്മുടെ ബുദ്ധി കൂടെ അവിടെ യൂസ് ചെയ്യുക, നമ്മുടെ ലോജിക്ക് അവിടെ യൂസ് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് പ്രൊഡക്റ്റും, അതിപ്പോൾ ഒരു വെയിറ്റ് ലോസ് പ്രൊഡക്റ്റ് മാത്രമല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ ശരീരത്തിനകത്തോട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും പുറത്തോട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് അത്രയും എന്താ പറയുക, അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈവൻ ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പം നമ്മൾക്ക് ബിഫിറ്റിന് ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് 3 വാട്സപ്പ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. അതിനകത്ത് ഏകദേശം 1000 മെമ്പേഴ്സ് വെച്ച് ഓരോ കമ്മ്യൂണിറ്റിയിലും നമുക്കുണ്ട്. അപ്പോൾ അതിനകത്തും ഇതുപോലെ ആളുകൾ നമ്മൾ എന്താ പറയുക വാട്സപ്പ് ലിങ്ക് കൊടുക്കും, അതിനകത്ത് ഒരുപാട് പേര് കയറും. അപ്പോൾ അതിനകത്ത് കയറുന്ന ആളുകളും ഇതുപോലെയുള്ള വെയിറ്റ് ലോസ് പ്രൊഡക്റ്റിൻ്റെ സെല്ലേഴ്സ് ഉണ്ട്, അതായത് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പക്ഷേ നമുക്ക് കയറി കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പണി തുടങ്ങും, മെസ്സേജസ് അയക്കാൻ തുടങ്ങും. ഇന്ന സാധനം ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10 കിലോ കുറയും 20 കിലോ കുറയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്. അവർ വേഗം തന്നെ വന്നിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യും, ചേച്ചി ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഇന്ന നമ്പറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്പറിനെ മെല്ലെ തൂക്കിയെടുത്ത് നമ്മൾ വെളിയിൽ കളയും. അത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഡീലർ ആയിരിക്കാം, അവരെ നമ്മൾ സംസാരിക്കും അവരുടെ അടുത്ത്. അതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ വളരെ ചുരുക്കേ വന്നിട്ടുള്ളൂ. ഒരു നമ്മൾ 3 കമ്മ്യൂണിറ്റീസ് 3 വാട്സപ്പ് കമ്മ്യൂണിറ്റീസ് തുടങ്ങിയപ്പോഴും ഈ രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് പ്രൊമോഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് പച്ചവെള്ളം പോലും ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഫോളോവേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെയുള്ള ഒരു വെയിറ്റ് ലോസ് പ്രൊഡക്റ്റുകളും യൂസ് ചെയ്ത് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്ന് എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നൗ ഞാൻ എന്താ പറയുക വർക്കൗട്ടും ഡയറ്റിലൂടെയുമാണ് എൻ്റെ 30 kgs റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. സ്റ്റോപ്പ് ട്രസ്റ്റിംഗ് എവറിത്തിങ് ദാറ്റ് യു സീ ഓൺ സോഷ്യൽ മീഡിയ. ബൈ.